ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകി. പോലീസ് ആസ്ഥാനത്തെത്തിയാണ് ദേവസ്വം കമ്മീഷണർ പരാതി നൽകിയത്. സ്വർണ്ണ തട്ടിപ്പിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് വിവരങ്ങളുമായി MS വീണ ചിരിയാണ്. വീണ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? KP സുരേഷ്, ഇത് വൈകി കൊടുത്തൊരു പരാതിയാണ്. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഗതികേട് കൊണ്ട് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടി വന്ന പരാതി. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം, സ്വർണ്ണ കവർച്ച നടക്കുന്നത്. അവസാനം ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നു. സത്യം നാട്ടുകാരും ഒപ്പം തന്നെ ബാക്കിയുള്ളവരും ഭക്തരടക്കം അറിഞ്ഞുവോ എന്ന് മനസ്സിലായതിൻ്റെ സാഹചര്യത്തിലാണ് വൈകി നൽകുന്ന ഒരു പരാതിയാണിത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ദേവസ്വം കമ്മീഷണർ സുനിൽകുമാർ കേരള പോലീസ് ആസ്ഥാനത്തെത്തി ഇത്തരത്തിലുള്ളൊരു പരാതി നൽകി. ഇത് പരാതി ഇപ്പോൾ പോലീസ് മേധാവിക്കാണ് നൽകിയിരിക്കുന്നത്. ഇത് തുടർന്ന് ഇനി പരാതി ADGP H. വെങ്കടേശനാവും നൽകുക. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണിത് അന്വേഷിക്കുക. കോടതിയാണ് ഇത്തരത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തെളിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ 7 പരാതികൾ നൽകിയിട്ടുണ്ട്. അതായത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതി ചേർക്കുക, ഒപ്പം തന്നെ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു, അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി നൽകണമെന്നുള്ളതൊക്കെ നേരത്തെ 7 പരാതികൾ നൽകിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇത് പ്രഥമ പരാതിയായി കൂട്ടാനും സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുന്നത് പമ്പയിലായിരിക്കും, പമ്പ പോലീസ് സ്റ്റേഷനിലായിരിക്കും. അതിനുള്ള കാരണം സന്നിധാനത്ത് നിന്നാണ് സ്വർണ്ണങ്ങൾ, അതായത് സ്വർണ്ണ കവർച്ച നടന്നിരിക്കുന്നത്. അത്തരത്തിലാണ് ആ ഒരു നടപടി സ്വീകരിക്കുക. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്യും, അവിടെ FIR ഇട്ട അന്വേഷണം തുടങ്ങും. ഈ പ്രതികൾ ആരൊക്കെയാകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വ്യക്തമായ ആരോപണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. മാത്രമല്ല, തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ളവരുടെ അസാന്നിധ്യ, ഉദ്യോഗസ്ഥർ വരുത്തിയ വീഴ്ചയടക്കം ഈ ഒരു പരാതിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ പരാതി നൽകി ഇദ്ദേഹം മടങ്ങുമ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായ ഒരു പരാതി നൽകിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വലിയ വലിയ തട്ടിപ്പുകളിലേക്ക് ഇത് പോകാതെ തടയാനൊക്കെ ദേവസ്വം ബോർഡിന് സാധിക്കുമായിരുന്നു. ഇത്തരത്തിൽ ബോർഡിന് നാണക്കേടായി എന്നതിൻ്റെ വാസ്തവത്തിൽ ഒപ്പം തന്നെ ഇന്നിപ്പോൾ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം തന്നെ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ച നടന്നു എന്നുള്ളത് ദേവസ്വം വിജിലൻസ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവസാനം വൈകി വന്ന ഗതികേടിൻ്റെ പേരിൽ ദേവസ്വം കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളും തേടുന്നതായിരിക്കും. KP സുരേഷ്. വീണ, തിരുവനന്തപുരത്തിൽ നിന്നും.